കോഴിക്കോട്ടേക്ക് പോകാം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്കും പ്രോ വൈസ് ചാൻസലർക്കും പുതിയ കാറുകൾ വാങ്ങാൻ അനുമതി. സർവകലാശാല തനത് ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ അനുവദിച്ചു. സർവകലാശാലയുടെ വിവിധോദ്ദേശ ആവശ്യത്തിനായി 2 ടൊയോട്ട ഇന്നോവ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ വാങ്ങുന്നുവെന്നാണ് സർക്കുലറിൽ ഉള്ളത്. ഉണ്ണി സാർ, നമുക്കിപ്പോൾ സാനിയോ മനോമിയുണ്ട്. ഓക്കെ, സാനിയോ, കാലിക്കറ്റ് സർവകലാശാല അല്ലെങ്കിൽ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അപ്പോഴാണ് ഈ അമിത ചെലവ് എന്ന് പറയുന്ന ആരോപണം ഉണ്ടായിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല തന്നെയല്ലേ സിൻഡിക്കേറ്റും പ്രശ്നമായിരിക്കുന്നത്, അല്ലേ? BJPയുടെ ആളുകളെ നാമനിർദ്ദേശം നടത്തി എന്നതിൻ്റെ പേരിൽ അവിടെ വിവാദിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാല ഏറ്റവും വലിയ തർക്കം വന്നത് ഈ പറയുന്ന SFIയുടെ കരിങ്കുടി കാണിക്കലും ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ വൈസ് ചാൻസലർമാർക്കുള്ള വണ്ടി ഇന്നോവ എന്ന് പറയുമ്പോൾ 2 വണ്ടികൾ വാങ്ങിക്കുന്നു, 75 ലക്ഷം രൂപ, അല്ലെ? 2 വണ്ടികൾക്ക്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? എന്താണ് തർക്കം? തർക്കം എന്ന് പറയുന്നത് വൈസ് ചാൻസലർക്കും പ്രോ വൈസ് ചാൻസലർക്കും വേണ്ടിയാണ് വാഹനം വാങ്ങുന്നത്. ഇവർക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഒരു വാഹനം വാങ്ങിയിരുന്നു. അത് ഇന്നോവ ക്രിസ്റ്റ തന്നെയായിരുന്നു. പക്ഷേ ആ ക്രിസ്റ്റ കാറിൽ വേണ്ടത്ര AC സംവിധാനവും വിശാലതയും ഇല്ല, അതായത് ഇരിക്കാനൊക്കെയുള്ള വിശാലതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും ഒരു ഇന്നോവ ക്രിസ്റ്റ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങൾ 2 വാങ്ങാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ തനത് ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ അനുവദിക്കുന്നത് എന്നതാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സർവകലാശാലയ്ക്ക് നൽകുന്ന ഗ്രാൻറ്റുകളൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കൂടാതെ വിദ്യാർത്ഥികളുടെ ഫീസ്, വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ്, ഇതൊക്കെ സർവകലാശാല വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിദ്യാർത്ഥികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. ഈ കാലത്തൊക്കെയാണ് ഇത്തരത്തിൽ 75 ലക്ഷം രൂപ തനത് ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വാഹനം വാങ്ങുന്നത് എന്നതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. മാത്രവുമല്ല, കഴിഞ്ഞ വാഹനം ഒരു വർഷം മുൻപ് വാങ്ങിയ ഇന്നോവ വാഹനം എന്ന് പറയുന്നത് വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രം ഓടിയതാണ്. വലിയ ഒരു വർഷം മാത്രം പഴക്കമേ ഉള്ളൂ. പക്ഷേ അതിന് വിശാലത പോരാ, AC സർവീസ് കുറവാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുതിയ വാഹനം വാങ്ങുന്നത്. കൂടാതെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനമൊക്കെ വളരെ കുറവാണ്. വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വരുമാനം, അതുപോലെ ലക്ഷദ്വീപിലെ വിവിധ സെന്ററുകളിൽ നിന്നുള്ള വരുമാനം, ഈ വരുമാനമൊക്കെ നിലച്ച അവസ്ഥയിൽ വലിയ പ്രതിസന്ധിയിൽ കൂടെയാണ് സർവകലാശാല പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ 250 കോടിയോളം രൂപ ചെലവിട്ട് പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചൊരു സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും സർവകലാശാല വലിയ പ്രതിസന്ധിയിൽ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ 75 ലക്ഷം രൂപയുടെ 2 വാഹനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. 2 ഇന്നോവ ക്രിസ്റ്റ മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങളാണ്. ഇതിനായി 75 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നുണ്ട്. അതിലടക്കം വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ സാനിയോ, അതിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകണം. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ്, അല്ലാതെ ഹൈബ്രിഡ് മൾട്ടി യൂട്ടിലിറ്റി വാഹനം വാങ്ങുന്നതിനൊന്നും ആരും എതിരല്ല. പക്ഷേ ഒരു വർഷം മുമ്പാണ് ഒരു വാഹനം വാങ്ങിയത്. ഓരോ വാഹനങ്ങൾക്കും അതിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവുമല്ലോ, അത് നോക്കിയിട്ടല്ലോ വാങ്ങിക്കുക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു കോഴിക്കോട് അങ്ങനെ ഒരു അത്യുഷ്ണ മേഖലയിൽപ്പെട്ട ഒരു സ്ഥലമല്ല എന്ന് തോന്നുന്നു. ഈ പറയുന്നത് AC, വലിയ രീതിയിൽ ACയുടെ പ്രശ്നം. പിന്നെ ഇവർ ഈ തല പുകയ്ക്കുന്ന ആളുകളായതുകൊണ്ട് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് എനിക്കറിയില്ല എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം. എന്തായാലും അത് എന്താ പറയുക, സർവകലാശാലയൊക്കെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള അവിടെയൊക്കെയാണ് ഇതൊരു ആഡംബരമായി മാറുന്നത്. 75 ലാക്സ് ആണ് 2 ടൊയോട്ട ഇന്നോവ ഹൈബ്രിഡ് മൾട്ടി യൂട്ടിലിറ്റി. നോക്കാം. അപ്പോൾ അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരട്ടെ.